പൃഥ്വിരാജ് ഒന്നും അറിയുന്നില്ലേ? എന്താ രാമേന്ദ്ര പ്രശ്നം? പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ബ്രോ ഡാഡിയിൽ താരങ്ങളടക്കം താമസിച്ചിരുന്ന സ്റ്റാർ ഹോട്ടലിൽ വെച്ച് ലൈംഗിക പീഡനത്തിനിരയായെന്ന വെളിപ്പെടുത്തലുമായി ജൂനിയർ ആർട്ടിസ്റ്റ്. സിനിമയുടെ അസിസ്റ്റന്റ് ഡയറക്ടറായ കൊല്ലം സ്വദേശി മൻസൂർ റഷീദ് മയക്കുമരുന്ന് കലർത്തിയ ശീതളപാനീയം നൽകി മയക്കി ലൈംഗിക പീഡനം നടത്തിയെന്നാണ്. ആളെ നാണം കിടത്തിയിട്ട് നാട്ടുകാർക്ക് മുഴുവൻ ചിരിക്കാനുള്ള വകയുണ്ടാക്കിയിട്ട് വന്ന് നിൽക്കുന്നുണ്ടല്ലേ രപ്പൻ. പൃഥ്വിരാജിന്റെ മാനേജറോടക്കം പരാതി പറഞ്ഞിട്ടും എമ്പുരാൻ എന്ന ചിത്രത്തിന്റെ ആദ്യ ഷെഡ്യൂളിൽ പ്രതിയെ ഉൾപ്പെടുത്തിയെന്നും ആരോപിക്കുന്നു. നീ നമ്മുടെ അഗാധമായ ഫ്രണ്ട്ഷിപ്പ് ഒന്നും നോക്കണ്ട. നിന്റെ വായി വരുന്ന ബാക്കിയുള്ളവർ ഇവിടെ അങ്ങ് വിളിച്ചേര്. മിനിമം നിനക്കെങ്കിലും ഒരു ആശ്വാസമാകും. സ്പ്രൈറ്റിൽ എന്തോ ഒരു മയക്കുമരുന്ന് ചേർത്ത് മൻസൂർ റഷീദ് എന്നയാൾ തന്നത് കുടിച്ച് താൻ മയങ്ങിപ്പോയി എന്നുമാണ് അവർ പറയുന്നത്. രാമേശ്വരത്ത് പോയാലും ശനീശ്വരം വിട്ടുപോലെന്ന് പറഞ്ഞ പോലെയാ പെണ്ണിന്റെ മണം അടിച്ചവനൊക്കെ വക്രബുദ്ധിയെ വരും. രാത്രി മുറിയിൽ മയക്കം വിട്ട് എഴുന്നേറ്റപ്പോഴാണ് താൻ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞതെന്ന് അവർ പറയുന്നു. അല്പം കൂടി ഉത്തരവാദിത്വ ബോധം വേണം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും നടിമാരുടെയൊക്കെ വെളിപ്പെടുത്തലും ഒക്കെ വന്നപ്പോൾ, ഈ വിവാദങ്ങളൊക്കെ വന്നപ്പോൾ പൃഥ്വിരാജ് പറഞ്ഞ വാക്കുകളുണ്ട്. അതിലേക്ക് ഒരിക്കൽ കൂടി. ഞാൻ സുരക്ഷിതമാക്കാം എന്നെനിക്ക് നിങ്ങളോട് ഇന്ന് പ്രോമിസ് ചെയ്യാൻ കഴിയുന്നത് എനിക്ക് ചുറ്റുമുള്ള വർക്ക് സ്പേസ് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് ആകില്ല എന്ന് പറയുന്നിടത്ത് തീരുന്നതല്ല ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ ഉത്തരവാദിത്വം. ഇയാളെ ഇനി നമ്മൾ വിശ്വസിക്കൂല. കാട്ടുകളെ പൃഥ്വിയുടെ നിയന്ത്രണത്തിലുള്ള വർക്ക് സ്പേസിലാണ് ഇതൊക്കെ സംഭവിച്ചതെന്നതാണ് അതിഗുരുതരമായ ആരോപണം. അല്ലേലും കുറെ നാളായിട്ട് ആശാൻ ആത്മവിശ്വാസത്തിന് കൂടുതല. ഇപ്പോഴെങ്കിലും മനസ്സിലാക്കാശാനെ, അടി തെറ്റി ആശാനും വീഴും. ആളെ കൊച്ചാക്കല്ലേ. ഇതൊക്കെ വല്ലപ്പോഴും വീണ് കിട്ടുന്ന അവസരങ്ങളാ, അത് വിനിയോഗിക്കണം. ഫോളോ ചെയ്തേക്കണേടാ. ഞാൻ ഇറങ്ങട്ടെ ജീവ, ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ. ശരി ഫാദർ.